Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, today is the third Sunday of Advent. ജോസഫിനുള്ള അറിയിപ്പാണ് ഇന്നത്തെ ചിന്താവിഷയം. അനൗൺസിയേഷൻ ടു ജോസഫ്. ഈ ജോസഫ് പരിശുദ്ധ കന്യാമറിയാമിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷനായിരുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. ജോസഫ് ആകെ ഭയപ്പെട്ടുപോയി. എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. എങ്ങനെയാണ് ഭയത്തിൻ്റെ പിടിയിൽ നിന്ന് ജോസഫിനെ ദൈവം രക്ഷിച്ചത്? അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വിശുദ്ധനായ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ വേദഭാഗം വായിക്കാം. സെയിന്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് 18-25. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയം ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയമിനെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഇത്രയും വചനങ്ങൾ നാം വായിച്ചപ്പോൾ അത് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ജോസഫ് തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സന്ദർഭങ്ങൾ അത് വളരെ ഭീതിതമായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ മറിയം ഗർഭിണിയായി എന്ന് ജോസഫ് പറഞ്ഞു. അന്നാട്ടിലെ അന്നത്തെ നിയമം അനുസരിച്ച് വിവാഹബന്ധത്തിൽ വരുന്നതിന് മുമ്പേ ഇങ്ങനെ സ്ത്രീ ഗർഭിണിയായി എന്നാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനാണ് നിയമം. ജോസഫ് ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? പക്ഷെ നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജോസഫ് നീതിമാനാകൊണ്ട് എന്ന് നാം വായിച്ചു. നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ജോസഫ് ഒരു തുറന്ന പുസ്തകമായിരുന്നു. അവൻ ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവമുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തവരെല്ലാം തന്നെ ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവഭയമുള്ളവരും ഒക്കെ ആയിരുന്നു. തനിക്ക് നേരിടുന്നതൊന്നും ദൈവം അറിയാതെ അല്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ എന്ത് ചെയ്യണം? പുരാതന കാലത്തെ അല്ലെങ്കിൽ ജോസഫിൻ്റെ കാലത്തെ, ഈ സംഭവം നടക്കുന്ന കാലത്തെ നസ്രയത്ത് എന്ന് പറയുന്നത്
ഒരു ചെറിയ ഗ്രാമമാണ്. 400 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം. അവിടെ ഒരു സംഭവം നടക്കുന്നത് മിക്കവാറും എല്ലാവരും അറിയും. ഈ ജോസഫ് കന്യാമറിയാമിനെ വിവാഹ നിശ്ചയം ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഈ ഒരു സംഭവം, മറിയം ഗർഭിണിയായി എന്നുള്ള ആ സംഭവം, അത് ഇരുചെവി അറിയുന്നതിന് മുമ്പ് എങ്ങനെയാണിത് കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെയൊരു ചിന്തയിൽ നിമഗ്നനായി യോസഫ് തൻ്റെ കിടക്കയിൽ കിടന്നു. എന്ത് ചെയ്യണം? അവിടെ ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ അവനെ സന്ദർശിച്ചു. ദാവീദിൻ്റെ മകനായ യോസഫേ, നീ ഭയപ്പെടേണ്ട. മറിയമിൽ ഉൽപ്പാദിതമായത് ദൈവത്താലാകുന്നു എന്ന് അവനെ ഉറപ്പിച്ചു. കാരണം ഇനിയും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും ആ സന്ദർഭങ്ങളിലൊക്കെയും ഈ ജോസഫിൻ്റെ സാന്നിധ്യം കന്യാമറിയാമിന് വേണം. അതിനായിട്ടായിരുന്നു ദൈവം മുന്നമേ ഈ ജോസഫിനെ കന്യാമറിയാമിന് തുണയായിട്ട് നിശ്ചയിച്ചത്. ജോസഫ് അങ്ങനെ ആകുലപ്പെട്ട് പിന്മാറുവാൻ പാടില്ല, പിന്മാറില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജോസഫിനെ കന്യാമറിയാമിനോടൊപ്പം കൂട്ടിച്ചേർത്തത്. മകൻ ജനിക്കും, ആ മകനെ വളർത്തുവാൻ ഒപ്പം വേണം ഒരു പുരുഷനായി, ഒരു ഗൃഹനാഥനായി, ആ കന്യാമറിയാമിന് തുണയായി ഒരാൾ വേണം. അതിന് തക്കതായ ഒരു വ്യക്തിയെയാണ് യോസഫിൽ ദൈവം കണ്ടത്. അവൻ നീതിമാനാകൊണ്ട് എന്ന് വിശുദ്ധ ബൈബിളിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ദൈവത്തെ അറിയുന്ന മനുഷ്യനായിരുന്നു. ദൈവപ്രമാണങ്ങളൊക്കെ അവൻ അറിയാം. തന്നെയുമല്ല, ദൂതനിതാ പ്രത്യക്ഷനായിരിക്കുന്നു. നാം വിചാരിക്കരുത് ദൂതന്മാരൊക്കെയും സാധാരണയായി എല്ലാ വീടുകളിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു അക്കാലത്ത്. അതൊക്കെയാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും പ്രത്യക്ഷനായി ഓരോന്നൊക്കെ പറയുന്നു, ചെയ്യുന്നു, അതൊക്കെയാണ് നാം വായിക്കുന്നത്. പക്ഷേ നാം ഒന്ന് വിചാരിക്കണം, അങ്ങനെ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അബ്രഹാമിന് പ്രത്യക്ഷനായി, സാറയ്ക്ക് പ്രത്യക്ഷനായി, പിന്നെ പലർക്കും ബൈബിളിൽ പറയുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ഇങ്ങനെ ദൈവദൂതൻ പ്രത്യക്ഷനായ കാര്യമൊക്കെയാണ് നാം വായിക്കുന്നത്. അപ്പോൾ നാം വിചാരിക്കരുത് ഇതൊരു ഡെയിലി ഒക്കറൻസ് ആയിരുന്നു എന്നെന്ന്. They were not daily occurrences. They were specific divine interventions. ലോക ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാനായി, ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിക്കുവാൻ പ്രത്യേകം അയക്കുന്ന ദൈവത്തിൻ്റെ സന്ദർശനങ്ങളായിരുന്നു അവ. അതെന്താ ഇന്നില്ലാത്തത്? ഇന്നും ഉണ്ട്. ഇന്നും ദൈവം തൻ്റെ ആലോചന അറിയിക്കുവാൻ തൻ്റെ ഭക്തർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്, തൻ്റെ ഉദ്ദേശം ആരിൽ കൂടെ നിവർത്തിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് ഇന്നും തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പലരും ദൂതന്മാരെ കണ്ടിട്ടുണ്ട്. ദൂതന്മാരെ കാണുന്ന അനുഭവം ആദ്യം നമ്മൾ ഭയക്കും, പക്ഷേ പിന്നെ അത് നമുക്ക് പരിചയമാകും. ദൂതന്മാർ നമ്മുടെ സേവയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ആത്മാക്കളാണ്, സേവകാത്മാക്കൾ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇതെല്ലാം നാം വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്കാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. ഈ മത്തായി ശ്ലീഹ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം, അതായത് യഹൂദന്മാരുടെ പുസ്തകമായ തോറായിൽ എന്തെല്ലാമാണോ ദൈവം പിതാക്കന്മാരോട് അരുളിച്ചെയ്തിരിക്കുന്നത്, എന്തെല്ലാം അത്ഭുത പ്രവൃത്തികളാണോ അവിടെ നടന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ, ഇതെല്ലാം ശരിക്കും അറിയാവുന്ന ഒരു ജനസമൂഹത്തോടാണ്, യഹൂദന്മാരോടാണ് ഈ മത്തായി ശ്ലീഹ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാം. ഈ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം അമ്പരന്നു എങ്കിലും, ഭയപ്പെട്ടു എങ്കിലും, ആ ഭയം
ദൈവദൂതൻ്റെ സന്ദർശനത്തോടെ ആ കാര്യം മനസ്സിലാക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ ജോസഫ് തയ്യാറായി. അതാണ് നാം ഇവിടെ കാണേണ്ടത്. ജോസഫിന് സാധാരണഗതിയിൽ പറഞ്ഞാൽ തൻ്റെ മുഖം രക്ഷിക്കുവാൻ എന്തു വേണമെങ്കിലും പറയാമായിരുന്നു. നിയമത്തെ കൂട്ടുപിടിക്കാമായിരുന്നു. നിയമത്തിൻ്റെ തലനാരിഴ കയറി പരിശോധിച്ച് ഇങ്ങനെയാണല്ലോ നിയമത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, എനിക്ക് കന്യാമറിയാമിനെ അറിയില്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. തൻ്റെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഈ ജോസഫിന് എന്തു വേണമെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ജോസഫ് പറഞ്ഞില്ല. ഹൃദയത്തിൽ ഓർത്തു, അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ വിചാരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷനാകുന്നത്. ദാവീദിന്റെ മകനായ ജോസഫേ, നീ ഭയപ്പെടേണ്ട. മറിയമിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവത്താലാകുന്നു. അവളെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട എന്നുള്ള വലിയ ഉറപ്പ് ദൈവഭക്തനായ ആ ജോസഫിന് ദൂതൻ മുഖാന്തരം ദൈവം കൊടുത്തു. മനസ്സ് തകർന്നിരിക്കുന്ന, ഇടിഞ്ഞു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെയാണ് ദൈവ സാന്നിധ്യം ജോസഫ് അനുഭവിക്കുവാനിടയായത്. ജോസഫിന് എന്തു വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ജോസഫിന് മറിയമിനോട് കരുണ തോന്നി. നിയമം അപ്പടി അനുസരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അനുസരിക്കുവാൻ ഭാവിക്കുന്നതിനേക്കാൾ ഒരു കരുണയുടെ മുഖമാണ് ആ ജോസഫ് കാണിച്ചത്. അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ ജോസഫിന് മനസ്സിലായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൻ്റെ മുഖം രക്ഷിക്കുവാൻ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷേ ദൈവഭക്തനായ, ദൈവവചനം ഉൾക്കൊള്ളുന്നവനായ, ദൈവത്തെ ഭയപ്പെടുന്നവനായ ജോസഫ് ആ സഹോദരിയോട്, ആ കന്യാമറിയാമിനോട് കരുണ കാണിച്ചു. ആ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ജോസഫ്. തന്നെയുമല്ല, ദൂതൻ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ഈ ജോസഫിന് ആ ഭയത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞത്. ജോസഫ് തൻ്റെ ദൗത്യമോർത്തു. എന്താണ് ദൗത്യം? തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നു, ലോകരക്ഷകനായി മശിഹ വരും. ഈ മശിഹ താൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയമിൽ ഉൽപ്പാദിതമായി. എന്താണ് ഈ ദൂതൻ പറഞ്ഞത്? അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കുന്നവനാകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഇതെല്ലാം പഴയ നിയമത്തിലുള്ളതാണ്. ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലായത് എങ്ങനെയാണ് ജോസഫിന്? തനിക്ക് ആ വചനങ്ങളെല്ലാം നല്ലതുപോലെ സുഗ്രാഹ്യമായിരുന്നു, തനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ശങ്കിക്കാതെ ആ ദൗത്യം ഓർത്തത്. തന്നാൽ നിവർത്തിക്കപ്പെടേണ്ട, താൻ ചെയ്തെടുക്കേണ്ട, തനിക്ക് മാത്രം സാധ്യമാകുന്ന, അല്ലെങ്കിൽ തന്നെ മാത്രം അതിനുവേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ആ ദൗത്യം, ലോകരക്ഷകൻ്റെ വളർത്തച്ഛനായിരിക്കുക എന്നുള്ള ആ ദൗത്യം പെട്ടെന്ന് ഓർക്കുവാൻ ജോസഫിന് കഴിഞ്ഞത്, ജോസഫിന് ദൈവവചനവുമായുള്ള ആ അഭേദ്യമായ ബന്ധവും അതനുസരിച്ച് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം, ഒരു തുറന്ന പുസ്തകം, ആർക്കും ഒരു കളങ്കം പറയുവാൻ കഴിയാത്ത ഒരു ജീവിതം, റൈറ്റ് ലിവിങ്. ഈ റൈറ്റ് ലിവിങ് എവിടെ നിന്നാണ് വരുന്നത്? റൈറ്റ് ബിലീഫിൽ നിന്നാണ് വരുന്നത്, ജെനുവിൻ ഫെയ്ത്തിൽ നിന്നാണ് വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ നാം റൈറ്റ് ലിവിങ് ഉള്ളവരാണോ? ഉള്ളവരല്ലെങ്കിൽ അതിന് കാരണം
നമുക്ക് ദൈവത്തിൽ ഒരു നേരായ ജെനുവിൻ ഫെയ്ത്ത് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു റൈറ്റ് ബിലീഫ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കില്ല എന്നുള്ളതാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നാം വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് പകുതി മാത്രം വിശ്വസിക്കുന്നു, അതിനകത്ത് സംശയമുണ്ട് എന്നതുകൊണ്ടാണ്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് അത് സാധ്യമാകാത്തത്. ശരിയായ ഒരു ജീവിതം നമുക്കില്ലാത്തത്. നമ്മുടെ ജീവിതം ട്രാൻസ്പെരൻ്റ് ആണോ? ഒരു തുറന്ന പുസ്തകമാണോ? ആർക്കും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുവാൻ പറ്റാത്ത ഒരു ജീവിതമാണോ? ദൈവവചനത്തിൻ്റെ സ്വാധീനം നമ്മിൽ എത്രമാത്രം ഉണ്ട്? തന്നെയുമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം എന്താണ് ചെയ്തത്? ദൈവം അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം നിവർത്തിച്ചു എന്ന് നാം അറിയണമെങ്കിൽ നാം വചനത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം, വചനം അറിയുന്നവരായിരിക്കണം. പിതാക്കന്മാരോട് ദൈവം ഇടപെട്ടത് എങ്ങനെയാണ്? അവരോട് പറഞ്ഞ വാക്കുകൾ ദൈവം പാലിച്ചുവോ? വാഗ്ദത്തങ്ങൾ നിറവേറ്റിയോ? ഇതെല്ലാം ദൈവം ചെയ്തവനാണ്. ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപ, അല്ലെങ്കിൽ ദൈവം ആ ചെയ്ത പ്രവൃത്തി, അത് നാം അറിയണമെങ്കിൽ വചനത്തിൽ നാം ഉറച്ചവരായിരിക്കണം. അപ്പോൾ ഈ ജോസഫ് വിചാരിച്ചു, ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിറവേറ്റണം. ഇതൊരു ജോസഫിൻ്റെ ആ വിശ്വാസം, അത് മിഷൻ ഓറിയൻറ്റഡ് ഫെയ്ത്ത് ആയിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തോട് ചേർന്നിരുന്ന, ദൈവവാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച ജോസഫ് ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചത്. ആ ദൂതൻ്റെ വാക്കുകൾ ശിരസാവഹിച്ചു. മറിയമ്മിനെ ചേർത്തുകൊണ്ടു എന്നാണ് നാം ഇവിടെ വായിച്ചത്. ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നവർക്കാണ് ഭയം. അനുസരിക്കുമ്പോൾ ഈ ഭയം പുറത്തു പോകുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തോടുള്ള ആ അചഞ്ചലമായ സ്നേഹം, ജെനുവിൻ ലവ്, ജെനുവിൻ ഫെയ്ത്ത്, അതാണ് ഭയത്തെ പുറത്താക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ബ്രോക്കൺ ഹാർട്ടഡ് ആയിരിക്കാം. പല കാര്യങ്ങൾ ചിന്തിച്ച് നാം വ്യാകുലപ്പെട്ട് അല്ലെങ്കിൽ ഇടിഞ്ഞ മനസ്സുള്ളവരായി കഴിയുന്നവരായിരിക്കാം. നമുക്ക് ആശ്രയിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകൾ നാം എങ്ങനെ ഇവിടം വരെ എത്തി, ദൈവം ഏതെല്ലാം വഴികളിൽ നമ്മെ സഹായിച്ചു, കരുതി, താങ്ങി, അത് നാം ഓർക്കുമ്പോൾ ദൈവത്തോട് നാം ചേർന്നിരിക്കും. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നാം ആശ്രയിക്കും. ദൈവത്തെ അനുസരിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കും. നമുക്കവിടെ ഭയമില്ല. ദൈവത്തെ നാം അനുസരിക്കുമ്പോൾ, ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ, ആ തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുവാൻ നമുക്ക് കഴിയുന്നത്. സംശയമില്ലാത്ത, യാതൊരു സംശയവുമില്ലാതെ, ഒരു പഴുതില്ലാതെ ദൈവവുമായുള്ള ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നാം ചേർന്നിരിക്കുക. അങ്ങനെ ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ഭയമന്യേ ജീവിക്കുവാൻ കഴിയുന്നത്. ഭയത്തെ ദൂരത്താക്കാൻ സാധ്യമായതെല്ലാം തനിക്കറിയാം എന്ന് ഉറപ്പുള്ളവനായിരുന്നു ദാവീദ്. ദൈവത്തിൽ നല്ല ആശ്രയമുള്ളവനായിരുന്നു. ദൈവം ഭയത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും തന്നെ വിടുവിക്കുന്നവനാകുന്നു എന്ന് വ്യക്തമായി അറിയുന്ന ദാവീദ് 27-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നു. നമുക്ക് വായിക്കാം. Psalm 27. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എത്ര ഉറപ്പുള്ള വാക്കുകളാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദൈവം ദാവീദിന്
സങ്കേതമാണ്, അവൻ്റെ വെളിച്ചമാണ്. ഇരുട്ടിൽ വെളിച്ചം. ഇരുട്ട് ഭയക്കണ്ട, ദൈവം വെളിച്ചമാണ്. യഹോവ എൻ്റെ ജീവൻ്റെ ബലം എന്നാണ് ദാവീദ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആരെ പേടിക്കും? ബലവാനായ ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് പേടിയില്ല. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാനായി എന്നോട് അടുത്തു വന്നാൽ പോലും എനിക്കൊന്നും പറ്റില്ല, അവർ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. The Lord is my light and my salvation. Whom shall I fear? The Lord is the stronghold of my life. Of whom shall I be afraid? When evil men advance against me to devour my flesh, when my enemies and my foes attack me, they will stumble and fall. Though an army besiege me, my heart will not fear. Though war break out against me, even then will I be confident. അതുകൊണ്ട് ദാവീദ് ഒരു കാര്യം ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്, ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. കാരണം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ദാവീദിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ദൈവത്തോട് അപേക്ഷിച്ചത്. യഹോവേ, നിന്റെ ആലയത്തിൽ എനിക്ക് പാർക്കണം. അവിടെ യഹോവയുടെ മനോഹരത്വം എനിക്ക് ദർശിക്കണം. ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. നിന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആയുഷ്കാലമൊക്കെയും എനിക്ക് യഹോവയുടെ ആലയത്തിൽ പാർക്കണം. അതായത് ദൈവത്തോടൊപ്പം എനിക്ക് ചേർന്നിരിക്കണം. കാരണം എനിക്ക് ഓടി ഒളിക്കേണ്ടതായ പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. എവിടെ ഒരു മറവുണ്ട്, എവിടെയാണ് ഒളിക്കേണ്ടത്, എവിടെ പാർത്തിരിക്കണം? ശത്രുവിൽ നിന്ന് ഒളിച്ചിരിക്കുവാൻ എനിക്കൊരു മറുപടമില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. അതിന് ദാവീദ് ആശ്രയിച്ചിരിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. ദൈവമേ, നിന്റെ കൂടാരത്തിൽ ഞാൻ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു, എനിക്കിവിടെ ഇരിക്കണം. അനർത്ഥ ദിവസത്തിൽ യഹോവേ, നീ നിന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. എൻ്റെ ശത്രുക്കൾ നോക്കുമ്പോൾ പാറമേൽ ഉന്നതത്തിൽ ശത്രുക്കളൊന്നും കാണാതെ, അല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ ഇതാ രക്ഷപ്പെട്ട് ദാവീദ് നിൽക്കുന്നു, അവൻ ഉയർന്നിരിക്കുന്നു, ഞങ്ങളിലും അവൻ ഉയർന്നിരിക്കുന്നു, ഞങ്ങൾക്കവനെ എത്തിപ്പിടിക്കുവാൻ കഴിയില്ല, അവനെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന് ശത്രു വിചാരിക്കും. ദാവീദിൻ്റെ ആഗ്രഹമാണ്, one thing I ask of the Lord, that is what I seek, that I may dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to seek him in his temple. For in the day of trouble he will keep me safe in his dwelling. He will hide me in the shelter of his tabernacle and set me high upon a rock. Then my head will be exalted above the enemies who surround me. At his tabernacle will I sacrifice with shouts of joy. I will sing and make music of the Lord. അവിടെയാണ് നമുക്ക് പാട്ട് പാടുവാൻ കഴിയുക. യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യുവാൻ യഹോവയുടെ സന്നിധാനത്തിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ.
യഹോവയോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ പാട്ടുപാടി അവനെ ആരാധിക്കുവാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് പാട്ട് വരില്ല സഹോദരങ്ങളെ. കാരണം അവന് പ്രത്യാശയുണ്ട്, ഞാൻ ആരോടാണ് ചേർന്നിരിക്കുന്നത്. എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വൾനറബിൾ ആകാം, പ്രതികൂലങ്ങൾ നമുക്ക് വന്നേക്കാം. അത് ദാവീദ് ഇവിടെ പറയുന്നുണ്ട്. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയുമരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവേ, നീ എന്നെ ചേർത്തുകൊള്ളും. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരിയുള്ള ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോഴെല്ലാം ദൈവത്തിൽ ഞാൻ ചേർന്നിരിക്കുന്നത് കൊണ്ട് എനിക്കവിടെ മറവിടമുണ്ട്. ധൈര്യത്തോടെ ദാവീദ് പറയുകയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നമ്മോടുള്ള ദാവീദിൻ്റെ ആഹ്വാനമാണ്. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ, രക്ഷ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അതാണ് ദാവീദ് പറയുന്നത്. അതായത് ജീവനുള്ളവരുടെ ദേശത്ത് ശത്രുക്കൾ നമ്മെ സറൗണ്ട് ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ സഹായം നമുക്ക് നിശ്ചയമായും ഉണ്ടാകും. ആ ഒരു ഉറപ്പാണ് ദാവീദിനുള്ളത്. എനിക്കങ്ങനെ രക്ഷ കിട്ടത്തില്ല, അല്ലെങ്കിൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല എങ്കിൽ എനിക്ക് കഷ്ടം. കിട്ടും, അതാണ് ഉറപ്പായി ദാവീദ് പറയുന്നത്. For in the day of trouble he will keep me safe in his dwelling. He will hide me in the shelter of his tabernacle and set me high upon a rock. Then my head will be exalted above the enemies who surround me. At his tabernacle will I sacrifice with shouts of joy. I will sing and make music to the Lord. Hear my voice when I call, O Lord. Be merciful to me and answer me. My heart says to you, seek his face. Your face, O Lord, I will seek. Do not hide your face from me. Do not turn your servant away in anger. You have been my helper. Do not reject me or forsake me, O God, my Savior. Though my father and mother forsake me, the Lord will receive me. Teach me your way, O Lord. Lead me in a straight path because of my oppressors. Do not turn me over to the desire of my foes, for false witnesses rise up against me, breathing out violence. Enemies വയലൻസ് വിശ്വസിക്കുമ്പോഴും ഏറ്റവും കഠോരമായ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചാൽ പോലും യഹോവേ, നീ എന്നെ ചേർത്തുകൊള്ളും. സാധാരണഗതിയിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. ഉപേക്ഷിച്ചാൽ പോലും യഹോവേ, നീ എന്നെ ചേർത്തുകൊള്ളും. അത്ര ഉറപ്പാണ് ദൈവത്തിൻ്റെ അടുത്ത് ദാവീദിന്. അതുകൊണ്ട് നമ്മോടും ദാവീദ് പറയുകയാണ്. ദാവീദ് പറഞ്ഞു, ഐ എം സ്റ്റിൽ കോൺഫിഡൻറ്റ് ഓഫ് ദിസ്. ഐ വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ് ഇൻ ദ ലാൻഡ് ഓഫ് ദ ലിവിങ്.
നമ്മോട് പറയുന്നു, വെയിറ്റ് ഫോർ ദ ലോർഡ്, ബി സ്ട്രോങ് ആൻഡ് ടേക്ക് ഹാർട്ട് ആൻഡ് വെയിറ്റ് ഫോർ ദ ലോർഡ്. ഇനി പഴയ നിയമത്തിൽ നിന്നും ഒരു വചനഭാഗം നമുക്ക് പഠിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 1 to 9. യോശുവ എന്ന ലീഡറിനെ ദൈവം എങ്ങനെയാണ് ഭയത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നാണ് അവിടെ വിശദമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശയുടെ കാലശേഷം ദൈവം യോശുവയെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നു. ഇനി യോശുവയാണ് ഈ ജനത്തെ തുടർന്ന് നയിക്കേണ്ടത്. യോശുവ ആകെ കൂടെ ഭയപ്പെട്ടു. ഇത്രയും വലിയ ജനസമൂഹത്തെ എങ്ങനെയാണ് നയിക്കുക? മോശ ആയിരുന്നപ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം മോശയിൽ കൂടെ ചെയ്തു. അനേക പ്രതിബന്ധങ്ങളിൽ കൂടെ ഈ ജനസമൂഹത്തെ മോശ നയിച്ചു. ദൈവം മോശയോടൊപ്പം ഉണ്ടായിരുന്നു. അതെല്ലാം നേരിൽ കണ്ടവനായിരുന്നു ഈ യോശുവ. എന്നാൽ മോശയുടെ മരണശേഷം യോശുവ ഓർത്തു, ഇനി ഞാൻ തനിയെ ഉള്ളല്ലോ, എങ്ങനെയാണ് ഈ ജനസമൂഹത്തെ നയിച്ചു കൊണ്ടുവരുന്നത്? ആകെ ഭയപ്പെട്ടു പോയ യോശുവയ്ക്ക് ദൈവം തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 1 through 9. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശെ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനിനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. എത്ര മനോഹരമായ വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ ദൈവമേ യോശുവയോട് കൽപ്പിക്കുകയാണ്. നിന്റെ കയ്യിലുള്ള ന്യായപ്രമാണ പുസ്തകം, അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് നീ അനുസരിച്ച് നടക്കണം. നല്ല ഉറപ്പും ധൈര്യവും ദൈവത്തിൻ്റെ വചനം നിനക്ക് നൽകും. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നീ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. രാവും പകലും നീ അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും.
ഇത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് നമ്മോടും പറയുവാനുള്ളത്. നാം ഇന്ന് ഈ പഴയ നിയമ ഭാഗം വായിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മോടാണ് ദൈവം സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെ. ഒരു വലിയ ജനസമൂഹത്തെയാണ് ഈ യോശുവയ്ക്ക് നയിക്കേണ്ടതായി വരുന്നത്. അന്ന് മോശ ഉണ്ടായിരുന്ന കാലത്ത് മോശയുടെ ശുശ്രൂഷകനായി യോശുവ കൂടെ ഉണ്ടായിരുന്നു. നല്ല ഉറപ്പായിരുന്നു യോശുവയ്ക്ക്. മോശ വലിയ ലീഡറായി നടക്കുന്നു. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ മോശ ചെയ്യുന്നത്. ചെങ്കടലിനെ വിഭാഗിക്കുന്നു. മോശ ഉണ്ടായിരുന്നപ്പോൾ ആകാശത്തിൽ നിന്ന് മന്ന പൊഴിയുന്നു, കാടപ്പക്ഷി വരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. പാറയെ പിളർന്ന് വെള്ളമൊഴുകുന്നു. മരുഭൂമിയിൽ അവർക്കും അവരുടെ മൃഗങ്ങൾക്കും കുടിപ്പാൻ ധാരാളം വെള്ളം. പാറയെ പിളർന്ന വെള്ളം നദികളെ പോലെ ഒഴുകി എന്നാണ് നാം വായിക്കുന്നത്. ഇതെല്ലാം കണ്ടവനാണ് ഈ യോശുവ. പക്ഷേ ഇതാ ഇന്ന് മോശ മരണപ്പെട്ടിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? തനിക്ക് സഹായത്തിന് ആരുമില്ല. എങ്ങനെയാണ് ഈ വലിയ ജനസമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്? ഈ സമയം ദൈവം ഇടപെടുകയാണ്. ദൈവം യോശുവയോട് പറഞ്ഞു, എൻ്റെ ദാസനായ മോശെ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ നീ യോർദാൻ കടക്കേണ്ടി വരും. അന്ന് നിങ്ങൾ ചെങ്കടൽ കടന്നു. മോശ തൻ്റെ വടി ചെങ്കടലിന് നേരെ നീട്ടി ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ ചെങ്കടൽ രണ്ടായി പിളർന്നു. ഇനി നീ സമുദ്രമല്ല, നദി പിളർക്കണം. നീ യോർദാൻ കടക്കണം. നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവിടെ ആ ഭൂമിയുടെ ഒരു ബൗണ്ടറി ദൈവം കൊടുത്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ബൈബിളിൽ യേശുക്രിസ്തുവിനു മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്ത ഭൂമി തൻ്റെ മക്കളായ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുവാൻ ദൈവം നിയമിച്ചതാണ്. ഇതിൽ ആർക്കും അവകാശം പറയുവാൻ സാധ്യമല്ല. ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി തുലവും ചെറുതാണ്. അതെല്ലാം ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചു കൊണ്ടുപോയി. ഒരു ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ദൈവം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ അവരോട് കൽപ്പിച്ചു കൊടുത്ത ഭൂമിയുടെ അതിര് വടക്ക് ലെബാനോൻ വരെ, ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെ, യൂഫ്രട്ടീസ് നദി, ഇപ്പോൾ ഇറാഖിലുള്ള ആ യൂഫ്രട്ടീസ് നദി, ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെ. ആ മഹാസമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. മെഡിറ്ററേനിയൻ സീ, ഫ്രം സീ ടു റിവർ, ഫ്രം മെഡിറ്ററേനിയൻ സീ ടു റിവർ യൂഫ്രട്ടീസ്. അതുപോലെ തെക്ക് മരുഭൂമി, ഈ മരുഭൂമി അറേബ്യൻ മരുഭൂമിയാണ്. സൗദി അറേബ്യ ഇവിടെ ആ പ്രദേശം, അത് അതിരാണ്. നമുക്കറിയാം, ഇന്ന് പാലസ്റ്റൈൻ ലിബറേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് കുറേ ആളുകൾ പിശാചിനാൽ പ്രേരിതരായി ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത ആ സ്ഥലം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവരുടെ സ്ലോഗൻ അവർ ചാൻഡ് ചെയ്യുന്നത് നമുക്കറിയാം, ഫ്രീ ഫ്രീ പാലസ്റ്റൈൻ, ഫ്രം റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ. അവരുടെ ആ റിഥമിക് ചാൻഡ് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ കിടന്ന് പറയുന്നത്? ഇത് ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശമാണ്. ഈ വലിയ പ്രദേശം, ഈ പ്രദേശം ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതാണ്. ദൈവം തൻ്റെ മക്കളോട് പറഞ്ഞു,
നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ യോശുവയെ ദൈവം ധൈര്യപ്പെടുത്തുന്നു. യോശുവയുടെ മുമ്പാകെ ഒരു വലിയ ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നീ അവരെ യോർദാനക്കരെ കൊണ്ടുപോയി ആ സ്ഥലമെല്ലാം അവർക്ക് വിഭാഗിച്ചു കൊടുക്കണം. ഓരോ ഗോത്രത്തിനും ഇന്ന സ്ഥലങ്ങൾ എന്ന് വെച്ച് അത് വിഭാഗിച്ചു കൊടുക്കണം. വലിയ ദൗത്യമാണ്. ഈ ദൗത്യം എങ്ങനെ നിറവേറ്റും? യോശുവ ധൈര്യഹീനനായി. അപ്പോഴാണ് ദൈവം ഇടപെടുന്നത്. നമുക്കത് വായിക്കാം. After the death of Moses, the servant of the Lord said to Joshua, son of Nun, Moses, my servant, is dead. Now then, you and all these people get ready to cross the Jordan River into the land I am about to give to them, to the Israelites. I will give you every place where you set your foot, as I promised Moses. Your territory will extend from the desert and from Lebanon to the great river, the Euphrates, all the Hittite country, and to the great sea, Mediterranean, on the west. No one will be able to stand up against you all the days of your life. As I was with Moses, so I will be with you. I will never leave you or forsake you. അതുകൊണ്ട് നീ എങ്ങനെയുള്ളവനായിരിക്കണം? So be strong and courageous, because you will lead these people to inherit the land I swore to their forefathers to give them. Be strong and very courageous. Be careful to obey all the law my servant Moses gave you. Do not turn from it to the right or to the left, that you may be successful wherever you go. Do not let this book of the law depart from your mouth. Meditate on it day and night, so that you may be careful to do everything written in it. Then you will be prosperous and successful. Have I not commanded you? Be strong and courageous. Do not be terrified. Do not be discouraged. For the Lord your God will be with you wherever you go. ഇതിലും വലിയ ഒരു ഉറപ്പ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുവാനില്ല. ഭയത്തെ പുറത്താക്കുന്നത് തികഞ്ഞ സ്നേഹമാണ് എന്ന് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത വചനപാഠത്തിൽ 1 John chapter 4 verses 13 to 21. ദൈവം നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ ദൈവം നമ്മിലും നാം അവനിലും ആയിരിക്കുന്ന അവസ്ഥയാണ്. യേശുക്രിസ്തു എങ്ങനെയാണോ ആയിരിക്കുന്നത് അതുപോലെയാണ് നാം ഇന്ന് ഭൂമിയിൽ എന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷിക്കുന്നു. തികഞ്ഞ സ്നേഹം. ദൈവം നമ്മിൽ വസിക്കുമ്പോൾ, നാം ദൈവത്തിൽ വസിക്കുമ്പോൾ ആ ഒരുമിപ്പ്, ആ യോഗ്യത, ആ ദൈവസ്നേഹത്തിൽ നമ്മെ ഒന്നാക്കുന്നു. അതാണ് തികഞ്ഞ സ്നേഹം. ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു.
സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ദൈവത്തിൽ ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. പിതാവാം ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നുവെന്നാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. യേശു ദൈവപുത്രൻ എന്ന് സാക്ഷീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇത് നാം വിശ്വസിക്കേണ്ടതാകുന്നു. യേശുവിനെ ദൈവം ലോകരക്ഷിതാവായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവനിലാണ് ദൈവം വസിക്കുന്നത്. അവൻ നമ്മിലും നാം അവനിലും വസിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് തികഞ്ഞ സ്നേഹത്തിൽ നാം ആയിരിക്കുന്നത്. നമ്മുടെ ഫെലോ ഹ്യൂമൻ ബീയിങ്സിനെ ഇവിടെ സഹോദരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അപരനെ, നമ്മുടെ സഹോദരനെ, സഹോദരിയെ നാം സ്നേഹിക്കുന്നത് ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ടാണ്. നാം അല്ല ഈ മാതൃക കാണിച്ചത്. ലോകത്തിൽ ഈ മാതൃക കാണിച്ചത് സാക്ഷാൽ ദൈവമാണ്. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചതിനാൽ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ കാൽവറിയിലെ കൊലമരത്തിൽ യാഗമാക്കി തീർത്തു. തൻ്റെ അവസാനത്തുള്ള രക്തം പോലും മനുഷ്യർക്ക് വേണ്ടി അവൻ ഊറ്റിക്കൊടുത്തു, നമ്മെ രക്ഷിക്കുവാൻ. ഈ വലിയ സ്നേഹമാണ് കാൽവറിയിലെ കുരിശിൽ നാം ദർശിച്ചത്. ഈ യേശുവിനെ കണ്ടവൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു എങ്ങനെയാണോ ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വലഭാഗത്ത് ഇരിക്കുന്നത് പോലെ, അതുപോലെയാണ് ഇന്ന് ഈ ഭൂമിയിൽ നാമും ഇരിക്കുന്നത് എന്നുള്ള ഒരു വലിയ സത്യം ഇവിടെ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. അതെങ്ങനെയാണ് സാധ്യമായത്? ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിനാൽ അവൻ നമ്മിൽ വസിക്കുന്നു, നാം അവനിലും വസിക്കുന്നു. അവിടെയാണ് തികഞ്ഞ സ്നേഹം ഉണ്ടാകുന്നത്. തികഞ്ഞ സ്നേഹം. We know that we live in him and he in us, because he has given us of his spirit. And we have seen and testified that the Father has sent his Son to be the Savior of the world. If anyone acknowledges that Jesus is the Son of God, God lives in him and he in God. And so we know and rely on the love God has given for us. God is love. Whoever lives in love lives in God, and God in him. Love is made complete among us so that we will have confidence on the day of judgment, because in this world we are like him.
I repeat, love is made complete among us so that we will have confidence on the day of judgment, because in this world we are like Him. There is no fear in love, but perfect love drives out fear, because fear has to do with punishment. Fear has to do with punishment. ഭയത്തിന് ദണ്ഡനമുണ്ട് എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. The man who fears is not made perfect in love. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആശയും ആശങ്കയും ഭയവുമെല്ലാം തൻ്റെ മേലിട്ടുകൊള്ളുവാൻ നമുക്ക് വേണ്ടി ബേത്ലഹേം പട്ടണത്തിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഓ ഹോളി ചൈൽഡ് ഓഫ് ബേത്ലഹേം, ഡിസെൻഡ് ടു us we pray, cast out our fears and enter in, be born in us today. Gathered all above, while mortals sleep, the angels keep their watch of wandering love. O morning stars together proclaim thy holy